ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൻപയർ തോരനാണ്. അതിനുവേണ്ടി 1.5 ഗ്ലാസ് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഒരു 15 ചുവന്നുള്ളി, 8 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയും വേണം. ഇനി പയറൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പയർ ഞാൻ 2-3 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി വെള്ളം ഒഴിക്കാം. പയറിൻ്റെ പകുതി വെള്ളം ഒഴിച്ചാൽ മതിയാകും, കാരണം കുതിർത്ത പയറാണല്ലോ, അപ്പോൾ വെള്ളം അധികം വേണ്ട. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് മൂപ്പിക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുക. ഇതൊന്ന് ചുമന്ന് വരുന്നത് വരെ അതിലിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ ചുമന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. അതൊന്ന് അതിലിട്ട് ചൂടാക്കുക. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒരു 30 സെക്കൻഡ് അതിലിട്ടൊന്ന് വഴറ്റണം. മുപ്പത് സെക്കൻഡ് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച പയർ ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് 1 മിനിറ്റ് നേരം ഒന്ന് തുറന്ന് വെച്ച് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റാനായിട്ട് തുറന്ന് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു തോരനാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.